ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മാത്സിലെ ആക്ടിവിറ്റി ബുക്ക് സ്വീറ്റ് മാത്ത്. അപ്പൊ എല്ലാവരും സ്വീറ്റ് മാത്തിലെ ഫസ്റ്റ് യൂണിറ്റിന്റെ ക്ലാസ് കണ്ടു കാണുന്ന കരുതുന്നു. നമ്മൾ തിത്തിരി ആൻഡ് ഫ്രണ്ട്സ് ഉള്ള ഫസ്റ്റ് യൂണിറ്റിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാത്സ് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും കാണുക. മാത്സ് മാത്രമല്ല, ഒന്നാം ക്ലാസ് കൂട്ടുകാർക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ അവൈലബിൾ ആണ്. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ക്ലാസ്സുകളും കാണുക. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് വോക്ക് ആൻഡ് വാക്ക് എന്ന ചാപ്റ്ററിന്റെ എന്ന യൂണിറ്റിന്റെ ആക്ടിവിറ്റി ബുക്കിലെ ക്ലാസ് ആണ്. ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യുന്നത്, വർക്ക്ഷീറ്റുകളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് കണ്ടു കാണുമല്ലോ. കാണാത്ത കൂട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. വോക്ക് ആൻഡ് വാക്ക്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മുടെ ആക്ടിവിറ്റി ബുക്കിന്റെ ക്ലാസ് ആണ്. അപ്പൊ വർക്ക്ഷീറ്റ് 7 നിന്നാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടോ, വർക്ക്ഷീറ്റ് 7. അപ്പൊ 7 വരെ 1 തൊട്ട് 6 വരെയുള്ള വർക്ക്ഷീറ്റുകൾ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ ചെയ്ത് കഴിഞ്ഞു അല്ലേ. നമ്മുടെ തിത്തിരി ആൻഡ് ഫ്രണ്ട്സ് ഉള്ള പാഠത്തിൽ നമ്മൾ ചെയ്തതാണ് 1 തൊട്ട് 6 വരെയുള്ള വർക്ക്ഷീറ്റുകൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് എടുത്ത് കണ്ടു നോക്കുക. അപ്പൊ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിന്റെ പേരെന്താ? വോക്ക് ആൻഡ് വാക്ക്. എന്താണ് ഈ ഫസ്റ്റ് പേജിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. പിന്നെ എന്തൊക്കെയുള്ളത്? കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ച നമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. പിന്നെന്താ, ഒരു ഫ്ലവർ ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്. ഡോണ്ട് യു സീ ദി ഫ്ലവർ ആൻഡ് ദ ബട്ടർഫ്ലൈ? നിങ്ങൾ ഈ ബട്ടർഫ്ലൈനെയും ഫ്ലവറിനെയും കണ്ടില്ലേ? എന്താണ് ബട്ടർഫ്ലൈ എന്ന് വെച്ചാൽ? പൂമ്പാറ്റ. ഫ്ലവർ എന്ന് വെച്ചാൽ പൂവ്. കൗണ്ട് ദ പെറ്റൽസ് ഓഫ് ദ ഫ്ലവർ, കളർ ദ നമ്പർ ആൻഡ് ദ പെറ്റൽസ്. ഡു ദ സെയിം വിത്ത് ദ ബട്ടർഫ്ലൈ. ഇവിടെ എന്താ ചെയ്യാൻ പറയുന്നത്? നമ്മുടെ ഫ്ലവറിലെ പെറ്റൽസ് കണ്ടോ, ഈ വേർഡ് കണ്ടോ, പെറ്റൽസ്. എന്താ പെറ്റൽസ് എന്ന് വെച്ചാൽ ഇതളുകൾ, പൂവിന്റെ ഇതളുകൾ. ഈ ഇതളുകൾ എണ്ണി നോക്കുക. എത്ര ഇതളുകളാണ് ഉള്ളത്? അത് ഇവിടെയുള്ള എത്ര നമ്പർ ഉണ്ടെന്ന് ആദ്യം എണ്ണി നോക്കിയിട്ട് ഇവിടെ കണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ നമ്പറിന് എന്ത് ചെയ്യാൻ? നിറം കൊടുക്കുക. അതേപോലെ ഇവിടെ ബട്ടർഫ്ലൈ കണ്ടില്ലേ? ഈ ബട്ടർഫ്ലൈക്ക് എത്ര ചിറകുകളാണ് ഉള്ളത് എന്ന് എണ്ണി നോക്കുക. എന്നിട്ട് ഇവിടെയുള്ള ആ നമ്പറിന് എന്ത് ചെയ്യണം? നിറം കൊടുക്കുക. അല്ലാതെ എല്ലാ നമ്പേഴ്സിനും നിറം കൊടുക്കുക അല്ല ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ പൂവിന് എത്ര ഇതളുകളാണെന്ന് നോക്കാം. 1 2 3 4 5 6 7 അല്ലേ? 1 2 3 4 5 6 7. എത്ര ഇതളുകളുണ്ട്? 7. അപ്പൊ ഇതിൽ എവിടെയാണ് 7 ഉള്ളത്? 7 ഉള്ളത് എവിടെയാ? വേഗം തൊട്ട് കാണിക്കൂ. എവിടെയാണുള്ളത്? കണ്ടില്ലേ നിങ്ങൾ? ഇവിടെ 7 ഉണ്ട് അല്ലെ? ഇവിടെ 7 ഉണ്ട്. അപ്പൊ ഈ 7 എന്ത് ചെയ്യുക? നിറം കൊടുക്കുക. അതേപോലെ തന്നെ ഈ പൂവിന്റെ ഇതളുകൾക്കും എന്ത് ചെയ്യണം? നിറം കൊടുക്കുക. അടുത്തത് ഇവിടെ ബട്ടർഫ്ലൈക്ക് എത്ര ചിറകാണുള്ളത്? 1 2 3 4. 4 ചിറകാണ് അല്ലെ? അപ്പൊ ഇവിടെ 4 എവിടെയാ? ഇവിടെ ഉണ്ട്. അപ്പൊ 4നും എന്ത് ചെയ്യണം? നിറം കൊടുക്കുക. ബട്ടർഫ്ലൈന്റെ ഈ ചിറകുകൾക്കും നിറം കൊടുക്കുക. ഇതുപോലെ എന്ത് ചെയ്യണം? നിറം കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് പേജ്. Said the hat seller started his journey with 7 hats. അപ്പൊ നമ്മുടെ ഹാറ്റ് സെല്ലറിനെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടതാണ് അല്ലെ? നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പരിചയപ്പെട്ടില്ലേ? ഹാറ്റ് സെല്ലറിന്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹാറ്റ് സെല്ലർ എന്ത് ചെയ്യാണ്? 7 ഹാറ്റ് സെല്ലറിന്റെ കയ്യിലുള്ള 7 ഹാറ്റ്സ്, 7 ഹാറ്റ്സ് എന്ന് വെച്ചാൽ തൊപ്പികളും കൊണ്ട് വീണ്ടും യാത്ര തിരിച്ചു. How many hats can be in each hand to make a total of 7? അപ്പൊ 2 കയ്യിലുമായിട്ടാണ് എന്ത് ചെയ്തത്? ഹാറ്റ് സെല്ലർ ഹാറ്റ്സ് പിടിക്കുന്നത്, തൊപ്പികൾ പിടിച്ചിരിക്കുന്നത് 2 കയ്യിലുമായിട്ടാണ്. അപ്പൊ മൊത്തം എത്ര ഹാറ്റ്സ് ഉണ്ട്? ടോട്ടൽ എത്ര ഹാറ്റ്സ് ഉള്ളത്? 7 ഹാറ്റ്സ് ഉണ്ട് അല്ലെ? അപ്പൊ ഏതൊക്കെ നമ്പേഴ്സുകൾ ചേരുമ്പോഴാണ് 7 ആവുക? ആൻസർ 7 കിട്ടുക എന്നാണ് ചോദ്യം. അപ്പൊ ഒരു കയ്യിൽ ഇവിടെ നോക്കൂ, 1 2 3 4 ഹാറ്റ്സ് ഉണ്ട്. ഒരു കയ്യിൽ 4 ഹാൻഡ്സ് ആണെങ്കിൽ അടുത്ത കയ്യിൽ എത്ര ഹാൻഡ്സ് ആയിരിക്കും ഉണ്ടാവുക? ആകെ 7 ഹാൻഡ്സ്, 7 ഹാറ്റ്സ് മാത്രമാണ് ഉള്ളത് കേട്ടോ. 7 ഹാറ്റ്സ് മാത്രമുള്ളത്. അപ്പൊ ഒരു കയ്യിൽ 4 ഹാറ്റ്സ് ഉണ്ട്. അപ്പൊ അടുത്ത കയ്യിൽ എത്ര ഹാറ്റ്സ് ഉണ്ടാവും? 3 അല്ലെ? എണ്ണി നോക്കൂ. 1 2 3 4 5 6 7. അപ്പൊ ടോട്ടൽ 7 കിട്ടിയില്ലേ? അടുത്തത് നോക്കൂ. 1 2 3 4 5. ഇവിടെ എത്ര ഹാറ്റ്സ് ഉണ്ട്? 5. അപ്പൊ 5ഉം ഏതും കൂടെ ചേരുമ്പോഴാണ് 7 ആവുക? 2. 5 plus 2. 5 എവിടെയുണ്ട്? ബാക്കി എന്താ? 6 7. ഇവിടെ കണ്ടോ? അപ്പൊ 7 ഹാറ്റ്സ് ആണ് അല്ലെ? അപ്പൊ 5ഉം 2ഉം കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? 7. അടുത്തത് ഇവിടെ നോക്കൂ. ഇവിടെ 1 ഉള്ളൂ. അപ്പൊ 1ഉം എത്രയും കൂടെ ചേരുമ്പോഴാണ് 7 ആവുക? 6. 1 2 3 4 5 6 7. 6ഉം 1ഉം കൂടെ പ്ലസ് ചെയ്താൽ ഉത്തരം എന്താണ്? 7. നെക്സ്റ്റ് ലാസ്റ്റ് 1 2 3. 3 ഇവിടെയുണ്ട്, 4 ഇവിടെയുണ്ട്. 3 plus 4 ആൻസർ എന്താ? 7. 3 plus 4 ആൻസർ 7. അപ്പൊ നമുക്ക് ഏതൊക്കെ നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോഴാണ്, പ്ലസ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 7 കിട്ടുക. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. 4ഉം 3യും കൂടെ പ്ലസ് ചെയ്ത് നോക്കൂ. 4ഉം 3യും പ്ലസ് ചെയ്തപ്പോൾ ഉത്തരം എന്ത് കിട്ടി? 7. പിന്നെ ഏതൊക്കെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്? 5ഉം 2ഉം കൂടെ പ്ലസ് ചെയ്യുമ്പോഴും ഉത്തരം എന്താ കിട്ടുന്നത്? ആൻസർ 7. പിന്നെ ഏതൊക്കെയാ? 1 plus 6 ആൻസർ 7. 3 plus 4 7. നെക്സ്റ്റ് പേജ്.
ഡ്രോ പെറ്റൽസ്. പെറ്റൽസ് വെച്ച് നമ്മൾ പറഞ്ഞു എന്താ പെറ്റൽസ് എന്ന് വെച്ചാൽ ഇതളുകൾ, പൂവിന്റെ ഇതളുകളെയാണ് നമ്മൾ എന്ത് പറയുക, പെറ്റൽസ് എന്ന് പറയുക. സീ ദി നമ്പേഴ്സ്. ഇവിടെ കാണുന്നില്ലേ, നമ്പേഴ്സ് കാണുന്നില്ലേ നിങ്ങൾ? അതാ ഇവിടെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. മീ ക്യാൻ കളർ ദ പെറ്റൽസ് ബൈ ഡിപ്പിംഗ് യുവർ ഫിംഗർ ടിപ്സ് ഇൻ പെയിന്റ്. അപ്പൊ എങ്ങനെയാണ്, വെറുതെ ഇവിടെ കളർ കൊടുക്കുക അല്ല ചെയ്യേണ്ടത്. ഇവിടെ 7 എന്ന നമ്പർ കാണുന്നത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെയാണ് പെയിന്റ് ചെയ്യേണ്ടത്, വെറുതെ ഇങ്ങനെ നമ്മൾ ക്രയോൺസോ സ്കെച്ച് വെച്ചിട്ട് കളർ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. കുറച്ച് പെയിന്റിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ പെയിന്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, അത് നമ്മുടെ വിരല് ചെറുതായിട്ട് കുറച്ച് ആ പെയിന്റിൽ ആക്കിയ ശേഷം, അതായത് നമ്മുടെ വിരൽ അത് ഡിപ്പ് ചെയ്തിട്ട് മുക്കിയിട്ട് ഇവിടെ കൊണ്ട് പ്രസ് ചെയ്യുക. അങ്ങനെ ഇവിടെ 7 ആണ്. അപ്പൊ ഇവിടെ ചുറ്റും 7 തവണ ഉണ്ടോ ഇതുപോലെ ഇതളുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് ഫിംഗേഴ്സ് വെച്ചിട്ട് നമ്മൾ വിരലിൽ പെയിന്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഓരോ ഇതളുകൾ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ 7 എന്ത് ചെയ്യണം, പെറ്റൽസ് വരയ്ക്കണം. ഇവിടെ എന്താണ് 9 ആണ്. അപ്പൊ ഇവിടെ എത്ര ഇതളുകളാണ് വരയ്ക്കേണ്ടത്, നമ്മുടെ വിരല് പെയിന്റിൽ മുക്കിയിട്ട് ഫിംഗേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വിരൽ വെച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യാൻ പറയുന്നത്, നമ്മുടെ പെറ്റൽസ് വരയ്ക്കാൻ പറയുന്നത്. അപ്പൊ ഇവിടെ 9 ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, 9 പെറ്റൽസ്, 9 ഇതളുകളാണ് വരയ്ക്കേണ്ടത്. ഇവിടെ 5, അപ്പൊ ഇവിടെ ചുറ്റും 5 ഇതളുകൾ വരയ്ക്കുക, പെറ്റൽസ് വരയ്ക്കുക. ഇവിടെ 8, അപ്പൊ 8 പെറ്റൽസ് വരയ്ക്കണം. ഇവിടെ 6 ആണെങ്കിൽ 6 പെറ്റൽസ് വരയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പെറ്റൽസ് വരയ്ക്കുക. നെക്സ്റ്റ് ലെറ്റ്സ് റൈറ്റ്, നമ്മുടെ 10ാമത്തെ വർക്ക്ഷീറ്റ് ആണ്. ലെറ്റ്സ് റൈറ്റ്. Look at the picture below. Count and write the number of fingers raised in each picture. ഇവിടെ ഓരോ ചിത്രത്തിലും വിരലുകൾ ഉണ്ട് അല്ലെ, കുറച്ച് വിരലുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എത്ര എണ്ണാണ് ഓരോ ചിത്രത്തിലുള്ള വിരലുകൾ എത്ര ആണെന്ന് എണ്ണി നോക്കുക, എഴുതുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നോക്കൂ, ഫസ്റ്റത്തെ ചിത്രത്തിൽ നോക്കൂ, 1 2 3. അപ്പൊ എത്ര ഫിംഗേഴ്സ് ആണ്, 3. അപ്പൊ ഇവിടെ എന്ത് എഴുതുക, 3 എന്ന് എഴുതുക. അടുത്തതില് 1 2 3 4 5 6 7 8 9. അപ്പൊ ഇതുപോലെ നോക്കൂ, വിരലെടുത്ത് നോക്കിക്കേ, നിങ്ങൾക്ക് 9 ഫിംഗേഴ്സ് കിട്ടിയില്ലേ, 9. അപ്പൊ ഇവിടെ എന്ത് എഴുതുക, 9. അടുത്ത് നോക്കൂ, ഇതുപോലെ എന്തെടുക്കുക, 1. ഇത് എത്രയാണ്, 1. നെക്സ്റ്റ് 1 2 3 4. എത്രയാ, 4. അടുത്തത് 1 2 3 4 5 6. അടുത്ത നെക്സ്റ്റ് 1 2 1 2 3 4 5 6 7 8. 1 2 3 4 5. Last one, 1 2 3 4 5 6 7. Let's write the above numbers in order. അപ്പൊ നിങ്ങൾ 1 തൊട്ട് 9 വരെ ഓർഡറിൽ എഴുതാൻ, തെറ്റുകൂടാതെ കറക്റ്റ് ഓർഡറിൽ എഴുതാൻ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞതാണല്ലേ എങ്ങനെയാണ് 1 തൊട്ട് 9 വരെ ഓർഡറിൽ എഴുതാന്നൊക്കെ. അപ്പൊ ഇവിടെ 9 വരെയുള്ള നമ്പേഴ്സ്, 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, പക്ഷെ ഓർഡറിലല്ല. അപ്പൊ ഇവിടെ എന്ത് എഴുതുക, ഓർഡറിൽ 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് ഓർഡറിൽ വേണം എഴുതണമെങ്കിൽ. ആദ്യം 1 എഴുതുന്നു, നെക്സ്റ്റ് എന്താണ് 2, നെക്സ്റ്റ് 3 4 5 6 7 8, ലാസ്റ്റ് 1 എന്താ 9. ഇങ്ങനെയാണ് 1 തൊട്ട് 9 വരെ ഓർഡറിൽ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് പേജ് നോക്കാം. നെക്സ്റ്റ് വർക്ക്ഷീറ്റ് 11. ലെറ്റ്സ് മേക്ക് ഹാങ്ങിങ്സ്. Are there as many flowers in the hangings as given in each box? ഇവിടെ നോക്കൂ, ഇവിടെ ബോക്സിലുള്ള അത്രയും നമ്പർ ഉള്ള ഹാങ്ങിങ്സ് ആണോ, ഇവിടെ ഓരോ ഹാങ്ങിങ്സ് ആണ്. അപ്പൊ ഇവിടെ തന്നെ ഈ കോളത്തിൽ കാണുന്ന നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ആണ് ഓരോ ഹാങ്ങിങ്സിലും ഉള്ളത് എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ 9 ആണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഈ 9 ചുറ്റാഴിയുള്ള ഈ ഹാങ്ങിങ്ങില് 9 ഫ്ലവേഴ്സ് ഉണ്ടോ എന്ന് എണ്ണി നോക്കിക്കേ. 1 2 3 4 5 6 7 8. 9 ഉണ്ടോ, ഇല്ല, 8 ആണ് ഉള്ളൂ അല്ലേ. അതുപോലെ ഇവിടെ 5 ആണ്. ഇവിടെ 5 എണ്ണം ഉണ്ടോ, 5 ഫ്ലവേഴ്സ് ഉണ്ടോ, 1 2 3 4, ഇല്ല, 4 ഫ്ലവേഴ്സേ ഉള്ളൂ. അപ്പൊ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിലുള്ള അത്ര ഫ്ലവേഴ്സ് ഒന്നും ഈ ഹാങ്ങിങ്ങിൽ ഇല്ല അല്ലെ. ഹൗ മെനി ഫ്ലവേഴ്സ് ആർ ദർ ഇൻ ഈച്ച് ഹാങ്ങിങ് നൗ. ഇപ്പൊ എത്ര ഓരോ ഹാങ്ങിങ്ങിലും എത്ര ഫ്ലവർ ആണ് ഉള്ളത് എന്നാണ് എന്ത് ചെയ്യേണ്ടത്, എണ്ണി നോക്കി കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് ഇവിടെ ഈ താഴെ കാണുന്ന ഓരോ ബോക്സിലായിട്ട് എഴുതണം. ഫസ്റ്റ് വൺ നമുക്ക് എഴുതാം. ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കി, കൗണ്ട് ചെയ്ത് നോക്കിയില്ലേ, എത്ര എണ്ണം കിട്ടി, 8. നെക്സ്റ്റ് രണ്ടാമത്തേല് 1 2 3 4. അപ്പൊ 4 ഫ്ലവർ ഉള്ളൂ അല്ലെ. അടുത്തത് 1 2 3 4 5. ഇവിടെ നോക്കൂ, അടുത്തത് 1 2. അപ്പൊ എത്ര എണ്ണം വേണം, 6 എണ്ണം വേണം. പക്ഷെ എത്രയേ ഉള്ളൂ, 6 വേണം അല്ലെ. എത്ര ഫ്ലവറേ ഉള്ളൂ, 2 എണ്ണം, 2 ഉള്ളൂ. നെക്സ്റ്റ് 1 2 3 4 5 6. ഇവിടെ നോക്കൂ, ഇവിടെ 6 ഫ്ലവേഴ്സ് വേണം, ഇവിടെ ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നുമില്ലെങ്കിൽ, നത്തിങ്, ഒന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം പറഞ്ഞത്, 0. ഓക്കെ, നെക്സ്റ്റ് 3. അടുത്തത് 7. അടുത്തത് എത്രയാ, 9 അല്ലെ. 9 ഫ്ലവേഴ്സും ഉണ്ട്. അപ്പൊ എന്താ എഴുതണം, 9.
Next, draw the flowers to match the number given on top of each hanging. Write the number of flowers you added. ഇവിടെ എന്ത് ചെയ്യണം? Draw the flower to match the number. അപ്പോൾ ഇവിടെ ബാക്കി flowers നമ്മൾ എന്ത് ചെയ്യണം? വരച്ചു കൊടുക്കണം. ഇവിടെ 9 എണ്ണമാണ് അല്ലേ? അപ്പോൾ 9 എന്ന് പറയുമ്പോൾ ഇവിടെ 8 flowers ഉള്ളൂ. അപ്പോൾ ബാക്കി എത്ര flower നമ്മൾ വരച്ചു കൊടുക്കണം? ഒരു flower ആണ് വരച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക? Draw ചെയ്ത് കൊടുക്കുക. അടുത്തത് 5 flower വേണം. 4 flower, 4 flowers ഉള്ളൂ. അപ്പോൾ ബാക്കി എന്ത് ചെയ്യണം? നമ്മൾ 1 flower ഇവിടെ draw ചെയ്ത് കൊടുക്കുക. അപ്പോൾ അല്ലേ 5 ആവുള്ളൂ. എണ്ണി നോക്കൂ. 1 2 3 4 5. അടുത്തത് ഇവിടെ 7 flowers വേണം. 5 flowers ഉള്ളൂ. അപ്പോൾ എത്ര flowers വരച്ചു കൊടുക്കണം? 2 എണ്ണം. 2 കൂടെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 7 ആയില്ലേ? അടുത്തത് ഇതുപോലെ എന്ത് ചെയ്യുക? 6 flowers ആക്കുക. ഇവിടെ 8 flower ആക്കണം. 6 flowers draw ചെയ്യുക. ഇവിടെ 7 flowers വേണം. 3 flower ഉള്ളൂ. അപ്പോൾ എത്ര വരച്ചു കൊടുക്കണം? 4 flowers വരച്ചു കൊടുക്കുക. അടുത്തത് 8 flower വേണം. 7 flowers ഉള്ളൂ അല്ലേ? 7 flowers ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? 1 വരച്ചു കൊടുക്കുക. അതേപോലെ ഇവിടെ എന്താണ്? 9 flowers ആണ് ആവശ്യം. ഇവിടെ എത്ര flower ഉണ്ട്? 9 flowers ഉണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും വരച്ചു കൊടുക്കണോ? ഒന്നും തന്നെ വരച്ചു കൊടുക്കണ്ട അല്ലേ? ഇനി എന്ത് ചെയ്യുക? Write the number of flowers you added. നമ്മൾ വരച്ചു എത്ര flowers നമ്മൾ ഇവിടെ വരച്ചു കൊടുത്തു അത് നമ്മൾ ഇവിടെ എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആദ്യത്തിൽ എത്ര വരച്ചു? ഒരു flower ആണ് വരച്ചത്. അപ്പോൾ 1 എഴുതുക. രണ്ടാമത്തേൽ എത്ര വരച്ചു? 1. മൂന്നാമത്തേൽ 2 flower നമ്മൾ വരച്ചു അല്ലേ? അപ്പോൾ 2. നെക്സ്റ്റ് 4 2 6 4 1. ലാസ്റ്റത്തെ ഹാങ്ങിങ്ങിൽ നമ്മൾ ഏതെങ്കിലും ഫ്ലവേഴ്സ് വരച്ചു കൊടുത്തോ? ഇല്ല. അപ്പോൾ എന്താണ്? ഒന്നുമില്ലെങ്കിൽ 0. ഓക്കെ. നെക്സ്റ്റ് വർക്ക്ഷീറ്റ് 12. Who am I? ഞാൻ ആരാണ്? Color the picture of the number that gives the answer in each box. ഇവിടെ ഓരോ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 4 ചോദ്യങ്ങളുണ്ട്. 4 ചോദ്യത്തിന്റെയും ഉത്തരം ഓരോ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ചുറ്റും നമ്പേഴ്സ് കണ്ടില്ലേ? 0 തൊട്ട് നമ്മുടെ 1 തൊട്ട് 0 വരെയുള്ള എല്ലാ നമ്പേഴ്സും ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ആൻസർ ആയിട്ട് വരുന്ന ഉത്തരം ഏതാണ് അതിവിടെ എഴുതിയിട്ട് ആ നമ്പറിന് മാത്രം എന്ത് ചെയ്യുക? കളർ കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. I have 2 ones. I have 2 ones. I am half of 4. Tell me who am I? അപ്പോൾ 2 വണ്ണുകൾ ചേർന്ന് അല്ലെന്ന് വെച്ചാൽ 2 വണ്ണ് ചേർന്ന് കഴിഞ്ഞാൽ എന്തായി? 2 വണ്ണ് ചേർന്ന് കഴിഞ്ഞാൽ ഞാനായി. അപ്പോൾ 1 + 1 1 + 1 ആൻസർ എത്രയാ? 2 എന്ന് പറയുന്നത് എന്താണ്? 4ന്റെ ഹാഫ് ആണ്. എന്ന് വെച്ചാൽ 2 + 2 2 2കൾ ചേരുമ്പോൾ ഉത്തരം എന്താ? 4 ആണ്. ഓക്കെ. അപ്പോൾ ആൻസർ എന്താ? 2. അപ്പോൾ ഇവിടെ 2 എന്ന നമ്പർ എവിടെ ഇതാ അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? അതിനെ കളർ കൊടുക്കുക. നെക്സ്റ്റ് 3 behind 5 in front. I am in the middle. Who am I? അപ്പോൾ എൻ്റെ തൊട്ട് പുറകിലായിട്ട് behind എന്ന് വെച്ചാൽ പുറകിലായിട്ട് 3 ഉണ്ട്. എൻ്റെ ഫ്രണ്ടിൽ 5 ഉണ്ട്. ഞാൻ നടുക്കാണുള്ളത്. ഞാൻ ആരാ? 4. 4ന് കളർ കൊടുക്കുക. അടുത്തത് I am big. 2 4 7 and 8 starts fighting. Who is the biggest among them? അപ്പോൾ ആരാണ് ഇവിടെ ഫൈറ്റ് ചെയ്യുന്നത്? വഴക്കടിക്കുന്നത് ആരൊക്കെയാ? 2ഉം 4ഉം 7ഉം 8ഉം കൂടെ എന്ത് പറഞ്ഞ വഴക്കടിക്കുക? ഞാനാണ് വലുത് പറഞ്ഞിട്ട് വഴക്കടിക്കുകയാണ്. അപ്പോൾ ആരാ അതിൽ ശരിക്കും വലുതാരാ? 2 ആണോ 4 ആണോ 7 ആണോ 8 ആണോ? ആരാ വലുതാരാ? അതെ, ആരാ വലുത്? 8 ആണ് അല്ലേ? അപ്പോൾ എന്താണ് ആൻസർ? 8. ബേസിൽ കളർ കൊടുക്കണം. ലാസ്റ്റ് വൺ when 1 is added I am 6. when 1 is left I am 4. അതായത് എൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ 6 ആയി മാറി. എൻ്റെ കയ്യിൽ നിന്ന് 1 കുറച്ചാൽ ഞാൻ 4 ആകും. അപ്പം ഞാൻ ആരാ? 5. ആൻസർ 5. അപ്പോൾ 5 എന്ത് ചെയ്യണം? നമ്മൾ കളറും കൊടുക്കണം. ലാസ്റ്റ് വർക്ക്ഷീറ്റ് 13. Let's make an abacus. അപ്പോൾ നമ്മൾ abacus ഉണ്ടാക്കാൻ പോവുകയാണ്. അൻവിത is drawing beads in abacus in different way to make each one 10. അപ്പോൾ അൻവിത പല രീതിയിൽ എന്ത് ചെയ്യണം? ബീഡ്സ് അറേഞ്ച് ചെയ്യണം. abacusൽ ബീഡ്സ് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ടോട്ടൽ 10 ബീഡ്സ് ആണ് ഉള്ളത്. ഓക്കെ. യു ക്യാൻ ഓൾസോ ഡ്രോ ദെൻ റൈറ്റ് ദ നമ്പർ. അപ്പോൾ എങ്ങനെയൊക്കെ ഏതൊക്കെ നമ്പറുകൾ കൂട്ടുമ്പോഴാണ് ആഡ് ചെയ്യുമ്പോഴാണ് ആൻസർ 10 കിട്ടുക. അതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. 1ഉം ഇവിടെ നോക്കുക. ഇവിടെ എത്ര ബീഡ്സ് ഉണ്ട്? ഇവിടെ 1. പിന്നെ ഇതേ വരിയിൽ തന്നെ നോക്കുക. ബാക്കി ഇവിടെ എത്ര ബീഡ്സ് ഉള്ളത്? ഇവിടെ കണ്ടോ കുറച്ച് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, സ്പേസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1. ബാക്കി വീണ്ടും 2 പറഞ്ഞിട്ട് എണ്ണരുത്. ഇവിടെ 1. പിന്നെ വീണ്ടും അടുത്തത് 1 2 3 4 5 6 7 8 9. അപ്പോൾ 1 ഉണ്ട്, ഇവിടെ ഒരു 9 ഉണ്ട്. അപ്പോൾ 1 + 9 ആൻസർ എന്താ? 10. അടുത്ത ഇവിടെ 2 ബീഡ്സ് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള എത്ര ബീഡ്സ് വരയ്ക്കുമ്പോഴാണ് 10 ആവുക? 8. 2 + 8 10. നെക്സ്റ്റ് 3 + 7 10. 3ഉം 7ഉം കൂടെ പ്ലസ് ചെയ്താൽ ആൻസർ 10 ആണ്. അടുത്ത എത്രയാ? 4 + 6 10 ആണ്. 5 + 5 10 ആണ്. അതേപോലെ 6 + 4 10. 7 + 3 10 ആണ്. അതേപോലെ നെക്സ്റ്റ് എത്രയാ? 8 + 2
10 ആണ് ആൻസർ. ലാസ്റ്റ് വൺ 9 plus 1. 9 plus 1 ആൻസർ എന്താണ് 10. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് ഏതൊക്കെ നമ്പറുകൾ പ്ലസ് ചെയ്യുമ്പോഴാണ് കൂട്ടുമ്പോഴാണ് ആൻസർ 10 കിട്ടുക എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. 1 plus 9 10, 2 plus 8 equal 10, 3 plus 7 equal 10, 4 plus 6 equal 10. ഇത് ഈക്വൽ എന്നാണ് പറയാ കേട്ടോ. 5 plus 5 equal 10, 6 plus 4 equal 10, 7 plus 3 equal 10, 8 plus 2 equal 10, 9 plus 1 equal 10. Match the same numbers. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? രണ്ട് വശത്തായിട്ടും കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ നമ്പേഴ്സ് മാച്ച് പ്ലസ് ചെയ്യുമ്പോഴാണ് ഒരേ ആൻസർ കിട്ടുക, അതാണ് മാച്ച് ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ 7 plus 1. വേഗം 7 ഉം 1 ഉം കൂടെ പ്ലസ് ചെയ്ത് ആൻസർ പറയൂ. എത്രയാണ് 7 ഉം 1 ഉം കൂടെ പ്ലസ് ചെയ്താൽ ആൻസർ 8. അപ്പൊ ഇവിടെയുള്ള ഈ അടുത്ത നമ്മൾ ഈ വശത്തുള്ള കോളങ്ങളിൽ ഏതൊക്കെ സംഖ്യകൾ ഏതൊക്കെ നമ്പേഴ്സ് കൂട്ടുമ്പോഴാണ് ആൻസർ 8 കിട്ടുന്നത് നോക്കൂ. 5 plus 3 പ്ലസ് ചെയ്ത് നോക്കൂ, ആൻസർ 8 കിട്ടുന്നില്ലേ? അപ്പൊ എന്ത് ചെയ്യുക? രണ്ടും ഒരേ ആൻസർ കിട്ടുകയാണെങ്കിൽ മാച്ച് ചെയ്യുക. അതായത് 7 plus 1 8 ആണ്. 5 plus 3 ഉം ആൻസർ എന്താ 8 ആണ്. അടുത്തത് 6 plus 3 ആൻസർ എത്ര? 6 plus 3 ആൻസർ 9. 7 plus 7 പ്ലസിലേക്ക് അല്ല, 7 plus 3 അല്ല, ഏതിലേക്ക് മാച്ച് ചെയ്തിരിക്കുന്നത്? 1 plus 8ലേക്കാണ് കേട്ടോ മാച്ച് ചെയ്തിരിക്കുന്നത്. 1 plus 8 ഏതൊക്കെയാണ്? 6 plus 3 ഉം 6 plus 3 ഉം അതേപോലെ തന്നെ ഏതാണത്? 1 plus 8. 1 plus 8. 1 plus 8 ഉം ആൻസർ എന്താണ്? 9 അല്ലേ? 9 ആണ്. അടുത്തത് 4 plus 6. 4 plus 6 ആൻസർ എന്താ? 10. 7 plus 3 ആൻസർ എന്താ? 10. 5 plus 1 6. 1 plus 5 ആൻസർ എന്താ? 6 ആണ്. 3 plus 2 ഉം 1 plus 4 ഉം കൂടെ പ്ലസ് ചെയ്ത് 3 plus 2 ആൻസർ എത്ര കിട്ടിയ? 5. 1 plus 4 പ്ലസ് ചെയ്ത് നോക്കൂ, ആൻസർ എന്ത് കിട്ടും? 5 കിട്ടും അല്ലേ? അപ്പൊ ഒരേ ആൻസർ വരുന്ന നമ്മൾ എന്താണ് ബോക്സുകൾ തമ്മിലാണ് എന്ത് ചെയ്യേണ്ടത്? മാച്ച് ചെയ്യേണ്ടത്. അപ്പൊ 13 ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്തത്. നമ്മുടെ സെക്കൻഡ് യൂണിറ്റിന്റെ നമ്മുടെ സ്വീറ്റ് മാത്തിലുള്ള ആക്ടിവിറ്റി ബുക്കിലുള്ള ആക്ടിവിറ്റീസ് ആണ് ചെയ്തത്. നമുക്ക് 7 തൊട്ട് 13 വരെയുള്ള വർക്ക്ഷീറ്റുകളായിരുന്നു. നമ്മൾ ഫുൾ ആക്ടിവിറ്റീസും വർക്ക്ഷീറ്റുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിന്റെ വർക്ക്ഷീറ്റുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യൂണിറ്റ് ടെസ്റ്റ് ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്